കേരളത്തിൻ്റെ സാമൂഹ്യ സമരസതയുടെ അടിസ്ഥാനം ക്രിസ്ത്യൻ സമൂഹമാണ്. കാരണം വളരെ ശാന്തമായിട്ട് സാംസ്കാരികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. കേരളത്തിൽ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശാന്തത നിലനിൽക്കുവാൻ കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഒരു നല്ല യുവതലമുറയെ വളർത്തിയെടുക്കുവാൻ ഒട്ടും തീവ്രമായിട്ടുള്ള ചിന്തകളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ദൈവഭക്തിയുള്ള ഒരു സമൂഹത്തെ യുവതലമുറയെ ആ യുവതലമുറയെ കാണുമ്പോൾ എപ്പോഴും സന്തോഷം തോന്നും. അവരെല്ലാ ഇടങ്ങളിലുമുണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ ഐക്യത്തോടുകൂടി വ്യതിയാനങ്ങൾ ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അതിനെ അതിജീവിക്കാൻ സാധിക്കില്ല. ആരോഗ്യം ഉള്ള ഒരു മനുഷ്യൻ എന്നും ഒരിക്കലും രോഗം വരാത്ത ഒരു മനുഷ്യന് അസുഖം വന്നു കഴിഞ്ഞാൽ അവൻ തളരുന്നത് പോലെ തളർന്നു പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യതിയാനങ്ങളെ അതിജീവിക്കുവാനുള്ള ആ ശക്തി എല്ലാ കാലഘട്ടത്തിലും നമ്മൾ നേടേണ്ടതാണ്. തീർച്ചയായിട്ടും അത് അതിജീവിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ വിഷയം കാലാനുസൃതമായിട്ടുള്ള സഭാജീവിതവും സേവനങ്ങളും സീറോ മലബാർ സഭയിൽ എന്നാണ് വിഷയം. ആദ്യം പറയുന്നത് വിശ്വാസ പരിപാലനം, ആത്മായ പങ്കാളിത്തം, സമുദായ ശാക്തീകരണം. ആദ്യത്തെ രണ്ട് കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് ശാക്തീകരണമാണ്. നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യ കുറയുന്ന അവസരത്തിൽ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം. ഈ സമുദായം അല്ലെങ്കിൽ വിഭാഗം സമൂഹത്തിന് മുഴുവൻ ആവശ്യമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് പോലെയുള്ള ഇടപെടൽ ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അധികാരത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ജനസംഖ്യ വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു വിഷയം നമ്മുടെ യുവതലമുറ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അനന്തരഫലം വീടുകളും ഭൂമിയും അന്യാധീനപ്പെടുന്നു എന്നുള്ളതാണ്. അത് സംരക്ഷിക്കാനുള്ള ചിന്ത ഈ നമ്മുടെ സഭയുടെ നേതൃത്വത്തിന് ഉണ്ടാകണം. അല്ലെങ്കിൽ അനഭിമതമായിട്ടുള്ള അധിനിവേശങ്ങളുണ്ടാകും. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ വിജനമാകാൻ പോകുന്ന നമ്മുടെ ഭൂമികൾ, കുടുംബങ്ങൾ, വീടുകൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി വേണം. അവരെ ഉപദേശിക്കണം. ഒന്നുകിൽ സഹോദരങ്ങൾക്ക് കൊടുക്കുക, ബന്ധുക്കൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അല്ല എങ്കിൽ അത് ഏറ്റെടുക്കാനുള്ളൊരു സംവിധാന സഭ ഉണ്ടാക്കിയില്ല എങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവിടെയെല്ലാം അധിനിവേശങ്ങളുണ്ടാകും. ആ അധിനിവേശത്തിലൂടെ സഭയുടെ അടിത്തറ തകരും, പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് നേരിട്ട് കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. നേരത്തെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഏക്കർ കണക്കിന് ഭൂമി ആരുമില്ലാതെ കിടക്കുന്നൊരവസ്ഥയിലേക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിലുണ്ടാകും. അതിനെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ചിന്തിക്കണം. അധിനിവേശങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അത് പത്രക്കാർ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. അത് ഈ ആൾപ്പെരുമാറ്റമില്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ കുരങ്ങന്മാർ വരും. അതുപോലെ അല്ലേ, നിങ്ങൾക്കറിയത്തില്ലേ, അതുപോലെ വന്നിട്ട് നമുക്ക് വലിയ ശല്യമായിട്ട് അത് മാറും. അതുകൊണ്ടാണ് മാധ്യമങ്ങളുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്. വലിയ വലിയ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും.